ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള സർവീസ് റൂൾസിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 ജാനുവരി നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന അക്കൗണ്ട് ടെസ്റ്റ് ഹയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണത്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന പരീക്ഷ ഹയറായാലും ലോവറായാലും ഇനി അതല്ല എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് ആയാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിരവധി തെറ്റുകൾ കടന്നുകൂടിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏകദേശം 16ഓളം ചോദ്യങ്ങൾ PSC തെറ്റുമൂലം ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ലെസൺസൊക്കെ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം തന്നെ തെറ്റുമൂലം ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ കാണുന്നത്. An officer was transferred from Trivandrum to Kozhikode. He was relieved on the afternoon of a Friday. The next day is second Saturday. What is the minimum number of days he will get as joining time including holidays? Trivandrum Kozhikode rail distance is for 14 km. അപ്പോൾ അവിടെ റെയിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ജോയിനിങ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ എൻ്റെ ജോയിനിങ് ടൈം എന്ന് പറഞ്ഞാൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷൻസിൻ്റെ മെത്തേഡ്സ് കിട്ടും. എൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 8 days എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ അതോറിറ്റി കോമ്പിറ്റൻറ്റ് ടു അക്സെപ്റ്റ് ദ റെസിഗ്നേഷൻ ഓഫ് എ ഗവൺമെൻറ് സർവൻറ്റ്? ഗവൺമെൻറ് സർവൻറ്റിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്കാണ്. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം, increment accruing consequent on the declaration of completion of probation shall be drawn with effect from, and the correct answer option D ആണ്, from the date of completion of probation. അഞ്ചാമത്തെ ചോദ്യം, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ക്യാൻ ബി ടേക്കൺ ഇൻ കോമ്പിനേഷൻ വിത്ത്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് നമുക്ക് എന്തുമായിട്ടും കമ്പൈൻ ചെയ്യാം. ഓപ്ഷൻ ഡി, എനി അതർ കൈൻഡ് ഓഫ് ലീവ്. ആറാമത്തെ ചോദ്യം, an officer working in Trivandrum was on commuted leave from 1st December 2016 to 31st December 2016. On 31st December 2016, he was informed that he is promoted to the next higher post and transferred to Malappuram with immediate effect. What is his eligibility for availing joining time? അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ജോയിനിങ് ടൈം ഉണ്ടോ എന്നാണ് ചോദ്യം. യെസ്, he is eligible for joining time including preparation time. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഏഴാമത്തെ ചോദ്യം, ഫീമെയിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഹു ആർ ജനറ്റിക് മദേഴ്സ് ഓഫ് ചിൽഡ്രൻ ബോൺ ഓൺ സറോഗസി ആർ എലിജിബിൾ ഫോർ മെറ്റേണിറ്റി ലീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെലിവറി ഓൺ പ്രൊഡക്ഷൻ ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫ്രം ആൻ ഓതറൈസ്ഡ് മെഡിക്കൽ ഓഫീസർ. വാട്ട് ഈസ് എ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ലീവ് ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ്? അപ്പോൾ ഈ കേസിൽ അവിടെ ലഭിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ലീവ് അത് 180 days ആണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, എ ഫീമെയിൽ ഓഫീസർ വാസ് ഓൺ ലീവ് വിതൗട്ട് അലവൻസ് അണ്ടർ അപ്പൻഡിക്സ് 12C ഫ്രം 1st January 2016 to 31st December 2016. On 15th November 2016, she delivered a child. On expiry of leave without allowances, she applied for maternity leave eligible as per rules. What is her eligibility for maternity leave? അപ്പോൾ അവിടെ ഈ കേസിൽ ഇയാൾ ലീവ് വിത്തൗട്ട് അലവൻസിലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മെറ്റേണിറ്റി ലീവ് ലഭിക്കുകയില്ല. ഓപ്ഷൻ എ, നോട്ട് എലിജിബിൾ എന്നാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഒമ്പതാമത്തെ ചോദ്യം, വാട്ട് ഇസ് എ മാക്സിമം പീരീഡ് ഓഫ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ഇൻ ആൻ ഇയർ ടു ആൻ ഓഫീസർ ഹു ഈസ് എ ക്യാൻസർ പേഷ്യൻറ്റ് ഫോർ അണ്ടർഗോയിങ് കീമോതെറാപ്പി? അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അവിടെ 6 മാസമാണ് അതിൻ്റെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി. പത്താമത്തെ ചോദ്യം, എ ജൂനിയർ സൂപ്രണ്ട് ഇൻ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് വാസ് ഓൺ കമ്മ്യൂട്ടഡ് ലീവ് ഫ്രം 1st July 2015 to 31st October 2015. He was compelled to apply for 2 months leave from 1st December 2016 due to ill health. He has not got sufficient leave at his credit. On 25th November 2016, he applied for commutation of commuted leave from 1st July 2015 to 31st October 2015 as half pay leave so that he can apply for 2 months half pay leave from 1st December 2016. What is action to be taken by the leave sanctioning authority? അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അവിടെ അദ്ദേഹത്തിന് ലീവ് തികയാത്തതുകൊണ്ട് ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. Commuted leave may be converted as half pay leave.
ഇനി 11, 12, 13 ചോദ്യങ്ങൾ ഇതൊക്കെ പേ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പം എൻ്റെ പേ ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ തന്നെയുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. അതിലതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. 11ാമത്തെ ചോദ്യം, an attender grade 2 drawing a basic pay of rupees 37,500 in the scale of pay of rupees 17,000 to 37,500 with effect from 1st January 2016 was promoted as officiating attender grade 1 on rupees അതിന് സ്കെയിൽ കൊടുത്തിട്ടുണ്ട് with effect from 1st December 2016. What will be his basic pay as attender grade 1 on 1st January 2017? അവിടെ മാസ്റ്റർ സ്കെയിലും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് 39,500 ഓപ്ഷൻ എ. 12ാമത്തെ ചോദ്യം അതുപോലെ തന്നെയാണ്, ഫിക്സേഷനുമായി ബന്ധപ്പെട്ടാണ്. ജൂനിയർ സൂപ്രണ്ട് ഡ്രോയിങ് എ ബേസിക് പേ ഓഫ് rupees 65,400 in the scale of pay of rupees 30,700 to 65,400 കൊടുത്തിട്ടുണ്ട്. സ്കെയിൽ ഓഫ് പേ with effect from 1st December 2016 is promoted as officiating senior superintendent in the scale of pay of rupees 36,600 to 79,200 and our scaling കൊടുത്തിട്ടുണ്ട്. with effect from 2nd December 2016, what will be his basic pay on 1st January 2017? അദ്ദേഹത്തിൻ്റെ ബേസിക് പേ എത്രയായിരിക്കും? മാസ്റ്റർ സ്കെയിലിൻ്റെ എക്സ്ട്രാക്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ₹68,700. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ പേ ഫിക്സേഷൻ എന്ന് പറയുന്ന വീഡിയോ പോയി കാണുക. 13ാമത്തെ ചോദ്യം, an additional secretary to government drawing a basic pay of rupees 1,15,200 in the scale of pay. അവിടെ സ്കെയിൽ ഓഫ് പേ തന്നിട്ടുണ്ട് rupees 89,000, 1,20,000 with effect from 1st October 2015 was promoted as special secretary to government in the scale of pay rupees 93,000, 1,20,000 with effect from 10th October 2016. What will be his basic pay on 1st October 2017? ഇവിടെയും മാസ്റ്റർ സ്കെയിലിൻ്റെ എക്സ്ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, ₹1,22,400. 14ാമത്തെ ചോദ്യം, എ ക്ലർക്ക് അഡ്വൈസ്ഡ് ബൈ ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ was admitted to duty in Collectorate Trivandrum on 28th February 2016 afternoon and is on probation for 2 years. What is the date on which he will get the first increment? അദ്ദേഹത്തിന് ഫസ്റ്റ് ഇൻക്രിമെന്റ് ആ മാസം തന്നെയാണ് ലഭിക്കുക. അപ്പോൾ ഓപ്ഷൻ ഡി, 1st February 2017 ഫോർ നോൺ, അന്ന് മുതൽ അദ്ദേഹത്തിന് ഫസ്റ്റ് ഇൻക്രിമെന്റ് കിട്ടും. അടുത്ത ഇൻക്രിമെന്റിനാണ് അദ്ദേഹം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത്. 15ാമത്തേത്, എ ഡെപ്യൂട്ടി സെക്രട്ടറി ഇൻ ദ ഓഫീസ് ഓഫ് ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വാസ് പുട്ട് ഇൻ ഫുൾ അഡീഷണൽ ചാർജ് ഓഫ് എ joint secretary from 1st December 2016 to 17th December 2016. What is his eligibility for special allowance for holding full additional charge? അദ്ദേഹത്തിൻ്റെ എലിജിബിലിറ്റി ഓപ്ഷൻ സി ആണ്, എലിജിബിൾ ഫോർ 4% of the minimum of the scale of pay of joint secretary. 16ാമത്തെ ചോദ്യം, an inspector of police is appointed to discharge the current duties of a sub-inspector of police working under him for 32 days. What is his eligibility for special allowance for holding the additional charge? ഇത്തരം സന്ദർഭങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കില്ല. he is not eligible എന്നാണ്. ഓപ്ഷൻ എ, നോട്ട് എലിജിബിൾ. 17ാമത്തെ ചോദ്യം, which one of the following is not to be compulsorily deducted from the subsistence allowance of an officer under suspension? Option B, subscription to General Provident Fund. 18ാമത്തെ ചോദ്യം, ഡെപ്യൂട്ടി കളക്ടർ അഡ്വൈസ്ഡ് ബൈ ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വാസ് അഡ്മിറ്റഡ് ടു ഡ്യൂട്ടി ഓൺ 1st January 2014 forenoon. Calculate the end leave at his credit on 1st January 2017 afternoon if he has not availed any leave during the entire period of service. എൻഡ് ലീവ് കാൽക്കുലേഷൻ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കുക. അതിൻ്റെ എല്ലാ ഐഡിയാസും കിട്ടും. ഓപ്ഷൻ ബി, 99 days എന്നാണ് എൻ്റെ കറക്റ്റ് ആൻസർ. 19ാമത്തെ ചോദ്യം, an assistant engineer in public works department entered service on 1st March 2014 forenoon. What is the number of days of half pay leave on the afternoon of 28th February 2016? He has not availed any leave till 28th February. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 20 എന്നാണ് വരുന്നത്. 20ാമത്തെ ചോദ്യം, ഫ്രം എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റിംഗ് ടു ഗ്രാൻഡ് ഓഫ് ലീവ് നോട്ട് ഡ്യൂ സെലക്ട് ദ വൺ ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്.
അതിൽ ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് ഗ്രാൻറ്റഡ് ആസ് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ്. ഒരിക്കലും പറ്റാത്തതാണത്. 21ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോമ്പൻസേഷൻ ലീവ് ദാറ്റ് കൻ ബി ഗ്രാൻറ്റഡ് ടു ആൻ ഓഫീസർ ഇൻ ആൻ ഏരിയ? ഓപ്ഷൻ എ 15 ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 22ാമത്തെ ചോദ്യം, ഹൂ ഇസ് ദ അതോറിറ്റി കോമ്പിറ്റന്റ് ടു ഗ്രാൻഡ് ലീവ് വിത്തൗട്ട് അലവൻസസ് അണ്ടർ അപ്പൻഡിക്സ് 12A? ഓപ്ഷൻ എ ദ ഗവൺമെന്റ്. 23ാമത്തെ ചോദ്യം, an officer was on earned leave from 1st November 2016 to 20th November 2016. After sanctioning of earned leave, he has got 145 days of earned leave at his credit on 31st October 2016 afternoon. On Saturday, 5th November 2016 forenoon, he was promoted and transferred from Kottayam to Trivandrum. He reported at Trivandrum on 9th November 2016 forenoon. What is the number of days of earned leave at his credit on 30th November 2016 afternoon? Earned leave calculation ആണ്. അതിൽ കൊടുത്തിരിക്കുന്ന ആൻസറുകളെല്ലാം തെറ്റാണ്. നൺ ഓഫ് ദ എബോവ് എന്നാണ് എൻ്റെ ഓപ്ഷൻ വരുന്നത്. 24ാമത്തെ ചോദ്യം, എ സബ് ട്രഷറി ഓഫീസർ വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം പാലക്കാട് ടു കൊല്ലം. After availing maximum joining time, he was due to report for duty at Kollam on Thursday, 1st December 2016. But on that day morning, he received another order at Kollam, cancelling his transfer to Kollam and posting him at Viljam, 15 km away from Trivandrum by road. Now, when should he report for duty at Viljam? 3rd December 2016 now. When joining time in the video ko poi kanuga, adengane calculate cheyyanaennu manasilaക്കുക. 25ാമത്തെ ചോദ്യം, എ താലൂക്ക് സപ്ലൈ ഓഫീസർ വാസ് കമ്പൽസറിലി ട്രാൻസ്ഫേർഡ് ഫ്രം ട്രിവാൻഡ്രം ടു പാലക്കാട്. ഓൺ ഹിസ് റിക്വസ്റ്റ്, ഹി വാസ് ട്രാൻസ്ഫേർഡ് ബാക്ക് ടു ട്രിവാൻഡ്രം ആഫ്റ്റർ 3 months. After taking a journey time of 1 day, he was due to report for duty at Trivandrum on a Saturday. But that day, he was declared a local holiday at Trivandrum. He could report for duty only the next Monday. What is his eligibility for pay and allowances for 3 days? The option B ആണ്, he is eligible for joining time pay and allowances. 26ാമത്തെ ചോദ്യം, a head constable in police department was on leave without allowances from 1st November 2016 to 13th November 2016. He was suspended from service with effect from 15th November 2016 forenoon. What is the date from which he will get subsistence allowance? Option C ആണ് എൻ്റെ correct answer, from 1st December 2016. 27ാമത്തെ ചോദ്യം, a health inspector in health services department was on earned leave from 1st December 2016 to 31st December 2016. After sanctioning the leave, the balance earned leave at his credit on the afternoon of 13th November 2016 was 34 days. He was placed under suspension with effect from 17th December 2016 forenoon and reinstated in service on 21st January 2017 forenoon. The period of suspension was treated as leave without allowances. What is the number of earned leave at his credit on 31st January 2017 afternoon? Earned leave calculation പോയി നോക്കുക. കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം തെറ്റാണ്. നൺ ഓഫ് ദ എബവ് എന്നാണ് എൻ്റെ ആൻസർ. 28ാമത്തെ ചോദ്യം, റിക്കവറി ഓഫ് ഓവർ പേയ്മെന്റ്സ് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ദ സബ്സിസ്റ്റൻസ് അലവൻസ് ഓഫ് ആൻ ഓഫീസർ അണ്ടർ സസ്പെൻഷൻ. What is the maximum amount that can be recovered? Option B and the correct answer, 1/3 of subsistence allowance excluding dearness allowance. 29ാമത്തെ ചോദ്യം, which of the following statement is not correct regarding the drawal of first increment of an officer who is appointed to a post having 2 years probation? വരുന്നത് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ട് ഓപ്ഷൻ ഡി, the increment shall be granted if the officer has already been declared to have satisfactorily completed probation. 30ാമത്തെ ചോദ്യം, which of the following period do not count for increment? Option B, leave without allowances taken otherwise than on medical certificate. 31ാമത്തെ ചോദ്യം, who is the authority competent to grant a premature increment to a gazetted officer? Option C ആണ് എൻ്റെ correct answer, the government. 32ാമത്തെ ചോദ്യം, is there any provision for fixing the pay of an officiating officer at an amount less than that admissible under the rules? അങ്ങനെ പറ്റും. Option B, the government may do so in individual cases by special order. 33ാമത്തെ ചോദ്യം, an assistant executive engineer in PWD is due to retire on superannuation on 31st January 2017. He is on commuted leave from 1st July 2016.
What is the date up to which he is eligible for house rent allowance? Option D ആണ് till 27th December 2016. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് HRA ലഭിക്കത്തില്ല. 34ാമത്തെ ചോദ്യം, which one of the following categories of officers shall be paid an honorarium equivalent to one daily allowance when they attend the meetings of the interview board of Kerala Public Service Commission? The correct answer option A ആണ് officers of state government who are not eligible for travelling allowance. 35ാമത്തെ ചോദ്യം, an excise inspector under suspension died before completion of the disciplinary proceedings instituted against him. Period from the date of suspension till the date of death shall be treated as duty ആണ്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 36ാമത്തേത്, an officer who is detained in custody in a criminal charge shall be deemed to be under suspension with effect from the date of commencement of detention if he is in custody for a period exceeding 48 hours. Option C. 37ാമത്തെ ചോദ്യം, when a period of suspension is ordered to be converted as leave, the amount of subsistence allowance and compensatory allowances already received in excess of leave salary and allowances on such conversion shall be refunded. In which of the following cases such refund is not necessary? Option C. When converted as leave without allowances for want of sufficient leave with allowances at credit. 39ാമത്തെ ചോദ്യം, an application for leave without allowances can be sanctioned only by the government if the period of leave exceeds option D 4 months. 40ാമത്തെ ചോദ്യം, an officer on leave may not return to duty before the expiry of the period of leave granted to him unless he is permitted to do so by the authority which granted the leave. Option C ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 41ാമത്തെ ചോദ്യം, new recruits in government service shall produce a form for service and payroll administration repository for Kerala. When should it be produced? Option C, at the time of reporting for duty. 42ാമത്തെ ചോദ്യം, a clerk in revenue department was promoted as senior clerk with a retrospective effect from 1st September 2015 by an order issued on 1st January 2017. What is the date from which he is eligible for arrears of salary? 1st January 2016 ആണത്. 43ാമത്തെ ചോദ്യം, what is the maximum period for which an officer is allowed to remain on deputation to foreign service continuously? Option B 5 years ആണ്. 44ാമത്തെ ചോദ്യം, a deputy secretary to government working on deputation in Kerala State Electricity Board at Trivandrum was posted on deputation to the Institute of Management and Government at Kozhikode without reverting to government service. Who is the authority to pay the transit pay and allowances to him? Option B, Institute of Management and Government Kozhikode. അവരാണ് അദ്ദേഹത്തിന്റെ ട്രാൻസിറ്റ് പേ കൊടുക്കുന്നത്. 45ാമത്തെ ചോദ്യം, a deputy collector is transferred on deputation to an institution, the expenditure of which is met exclusively from the grant in aid provided by the state government. As there is no source of income for the institution, what is the rate of pension contribution affected from the institution in respect of the deputy collector? Option B, no contribution need be affected. ഇത്തരം സന്ദർഭങ്ങളിൽ അവിടെ കോൺട്രിബ്യൂഷൻ ആവശ്യമായി വരില്ല. 46ാമത്തെ ചോദ്യം, what is the maximum time allowed to a new entrant in government service to subscribe to a policy in the official branch of state life insurance? SLI പോളിസി എടുക്കാനുള്ള സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, within 1 month. 47ാമത്തെ ചോദ്യം, which one of the following officers are eligible for hospital leave? താഴെ കൊടുത്തിരിക്കുന്നതിൽ preventive officers of excise department. ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 48ാമത്തെ ചോദ്യം, who is the authority competent to grant leave to gazetted officers on foreign service? Option B, foreign employer. 50ാമത്തെ ചോദ്യം, in which kind of promotions back arrears of pay and allowances are not admissible? നോഷണൽ പ്രൊമോഷന്റെ കേസിലാണ് അത് അഡ്മിസിബിൾ അല്ലാത്തത്. 52ാമത്തെ ചോദ്യം, a retired grade 1 officer residing at Calcutta is reappointed to a post for 1 year at Kottayam. He was permitted to draw travelling allowance. What is his eligibility for TA? Option C, TA for a journey on tour but not eligible for daily allowance for halts.
53ാമത്തെ ചോദ്യം a grade 3 officer who is an accused in a criminal case is directed to appear at a place 100 kilometers away from his headquarters. What is his eligibility for traveling allowance for the journeys? ഇത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ട്രാവലിംഗ് അലവൻസ് ഒന്നും ലഭിക്കില്ല. ഓപ്ഷൻ എ നോട്ട് എലിജിബിൾ ഫോർ TA. 54ാമത്തെ ചോദ്യം an officer died while on duty at Trivandrum on 13th November 2016. His family traveled to his native place of Palakkad on the next day by accompanying the body of the officer. The traveling allowance for their journey will be due on option A any day after the journey. 55ാമത്തെ ചോദ്യം an officer is eligible for permanent traveling allowance of rupees 420 per month subject to the condition that he should be on tour for at least 18 days in a month during December 2016. He was on tour for only 12 days. What is the amount of permanent traveling allowance admissible to him during the month? ഒരു ദിവസത്തെ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം 12 ദിവസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഞാൻ എൻ്റെ വീഡിയോ ലെസൺസിൽ ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓപ്ഷൻ എ ₹280 ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 58ാമത്തെ ചോദ്യം a grade 1 officer traveled by air from Trivandrum to New Delhi on 16th November 2016 and returned by air on 18th November 2016. What is the amount of incidental expenses due to him for both the journeys? അദ്ദേഹത്തിന് ലഭിക്കുന്ന incidental expenses ₹1,100. 59ാമത്തെ ചോദ്യം a Tahsildar is transferred from Malappuram to Kottayam with effect from 1st December 2016. On 8th December 2016, he assumed charge at Kottayam. His family stayed at Malappuram and proposed to shift to Kottayam some months later. The family will be eligible for transfer traveling allowance, treating them as accompanying him only if their journey to Kottayam is on or before 7th of June 2017. അതിനൊരു ടൈം പീരീഡ് ഉണ്ട്, അതാണ് അതിൻ്റെ മീനിങ്. 60ാമത്തെ ചോദ്യം a district treasury officer working at Trivandrum is due to retire from service on superannuation on 31st December 2016. After retirement, he proposed to reside at his native place of Kannur. This fact was already intimated to government. What is his eligible for traveling allowance for his journey to Kannur? Transfer TA for the officers and members of family. Option D ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 61ാമത്തെ ചോദ്യം a taluk supply officer working at Palakkad was placed under suspension. During the period of suspension, he was permitted to reside at his native place of Trivandrum pending finalization of the charges against him. He was reinstated in services and posted to Trivandrum. What is his eligibility for traveling allowances? അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ട്രാവലിംഗ് അലവൻസ് ഒന്നും ലഭിക്കില്ല. ഓപ്ഷൻ എ നോട്ട് എലിജിബിൾ ഫോർ TA. 62ാമത്തെ ചോദ്യം റിട്ടയർഡ് അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെന്റ് residing at Kottarakara was reappointed as a grade 1 officer for 2 years and posted at Ernakulam. He was permitted to draw traveling allowance. What is his eligibility for TA? 2 TA for grade 1 officer, excluding daily allowance for halls, if any. Option D ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 63ാമത്തെ ചോദ്യം a joint secretary, finance secretary Trivandrum was on tour at Palakkad from 1st December 2016 to 8th December 2016 and from 15th December 2016 to 20th December 2016. വേറൊരു ഡേറ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. From 9th December 2016 to 14th December 2016. He was on tour at Ernakulam. For how many days he will get full daily allowance for halls? Option C for the entire period at Palakkad and Ernakulam. 64ാമത്തെ ചോദ്യം an assistant and government secretary at Trivandrum was posted for some official duty at Ernakulam on 1st December 2016. He left Trivandrum at 2 a.m. on 13th November 2016 and reached Ernakulam at 6 a.m. His return journey started at 7 p.m. on 2nd December 2016 and reached Trivandrum at 11:30 p.m. Both the journeys were performed in his car. He claimed TA limiting it to that admissible as per rules. The officer who verified the TA bill found that the duration of halt at Ernakulam was more than required, resulting in excess claims for daily allowance for halt. Who is the authority to deny the excess amount claimed? Option D, controlling officer ആണ് ഡിനൈ ചെയ്യുന്നത്.
65ാമത്തെ ചോദ്യം a claim for traveling allowance shall be forfeited if it is not presented to the drawing officer within dash of the due date. ഓപ്ഷൻ ഡി 1 year എന്നാണ് അതിന്റെ കറക്റ്റ് ആൻസർ. 66ാമത്തെ ചോദ്യം an officer on tour halted for 12 hours at his place of duty. What is his eligibility for daily allowance for the halt? അവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1/2 ഡി ആണ്. ഓപ്ഷൻ ഡി. 67ാമത്തെ ചോദ്യം കൺവെയൻസ് allowance shall be drawn during ഓപ്ഷൻ ഡി extensive travel within a specified area and not eligible for daily allowance. 68ാമത്തെ ചോദ്യം what is a place at which the journey of an officer on transfer commences or concludes his residence at both ends? 69ാമത്തെ ചോദ്യം there is a rule under which earned leave can be retrospectively commuted only as option D leave without allowances. 70ാമത്തെ ചോദ്യം an officer with a headquarters at Kannur on tour to Trivandrum was provided accommodation at guest house Trivandrum at reduced rates. What is his eligibility for daily allowance for halt? അദ്ദേഹത്തിന് ഡെയിലി അലവൻസ് അദ്ദേഹത്തിന് ഫുൾ ഡി തന്നെ ലഭിക്കും. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 74ാമത്തെ ചോദ്യം a grade 1 officer traveled by foot for 10 kilometers in connection with a tour. What is his eligibility of mileage allowance? Option D at the rates applicable for journey by special conveyance. 75ാമത്തെ ചോദ്യം for the purpose of journey by road on transfer family includes option D officer's wife, children and stepchildren residing with and a wholly dependent on him. 76ാമത്തെ ചോദ്യം a retired lady government servant is drawing a monthly pension of rupees 25,000 and the amount sanctioned as family pension in the event of her death is rupees 14,000. Her husband, who is a pensioner, died on 1st April 2016 and a family pension of rupees 17,000 is due to her. What will be the maximum amount of family pension due to her 28-year-old unmarried daughter who is the only nominee in the event of her death? അത്തരം സന്ദർഭങ്ങളിൽ അയാൾക്ക് ലഭിക്കുന്നത് rupees 17,000 ആണ്. ഓപ്ഷൻ സി. 77ാമത്തെ ചോദ്യം the amount of family pension in respect of an officer retired on 31st March 2016 is rupees 15,000. After his death on 14th July 2016, eligible member for family pension is his twin daughters, aged 21 years, of which one of them was married on 28th November 2016. What is the amount of family pension due to the unmarried daughter with effect from 1st December 2016? Option A rupees 15,000. 79ാമത്തെ ചോദ്യം what is the eligibility for dearness allowance in respect of a re-employed pensioner? Option A DA admissible for the total amount of re-employment pay and pension. 80ാമത്തെ ചോദ്യം which of the following category is not eligible for family pension? Option C family of officers in receipt of compassionate allowance. 81ാമത്തെ ചോദ്യം what is minimum service required for voluntary retirement of an officer? Option C 20 years. 83ാമത്തെ ചോദ്യം what is the minimum service required for superannuation pension? Option A 10 years. What are the items included for calculation of emoluments for death cum retirement gratuity? Option D basic pay and dearness allowance. 85ാമത്തെ ചോദ്യം a junior superintendent in revenue department died on 13th November 2016. He got 22 years of service. What is his eligibility for death cum retirement gratuity? Option B 12 times the emoluments. 86ാമത്തെ ചോദ്യം a junior superintendent in a taluk office retired on 31st December 2016. His service book will be retained for dash years from the date of retirement. Option D 25. 87ാമത്തെ ചോദ്യം who is the authority to retain the service book of a retired service officer of a taluk supply office? Option A taluk supply officer. 88ാമത്തെ ചോദ്യം an officer retired from service on 31st December 2016. His qualifying service is 15 years if his average emoluments for pension is rupees 32,000. What is his monthly pension? കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. കൊടുത്തിരിക്കുന്ന ഫിഗേഴ്സ് എല്ലാം തെറ്റാണ്. അപ്പം എൻ്റെ പെൻഷൻ കാൽക്കുലേഷൻ എന്ന് പറയുന്ന വീഡിയോ പോയി കാണുക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. 89ാമത്തെ ചോദ്യം an officer retired from service on 13th November 2016. He got 9 years, 5 months and 29 years of service. He is eligible for option B superannuation pension.
92ാമത്തെ ചോദ്യം The rounding of qualifying service for retirement benefits is applicable only for pension. Option A. What is the action to be taken by the head of office as the first step towards preparing pension papers of a non-gazetted officer? Option B another. A notice should be given to the officer requiring him to submit the formal application for pension 1 year in advance. 94ാമത്തെ ചോദ്യം A deputy secretary to government retired on superannuation on 13th June 2015. On 15th July 2016, he applied for commutation of 1/3 of his pension. It was sanctioned by the Accountant General in November 2016. Reduced pension was drawn from December 2016. What is the date from which he will receive full pension after restoration of the commuted portion? Restoration നടക്കുന്നത് 12 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ 1 December 2028 മുതൽ അദ്ദേഹത്തിന് ഫുൾ പെൻഷൻ വീണ്ടും ലഭിക്കും. 96ാമത്തെ ചോദ്യം Who is the authority competent to sanction compassionate allowance to a government servant dismissed from service? Option D. The authority competent to dismiss the government service. ആരാണോ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുന്നത് അവർ തന്നെയാണ് കമ്പാഷനേറ്റ് അലവൻസും അലോ ചെയ്യുന്നത്. 99ാമത്തെ ചോദ്യം Who is the authority to sanction the payment of arrears of family pension of a deceased pension to the nominees? Option D. No sanction is required. 100ാമത്തെ ചോദ്യം What is the date from which a nomination filed by a gazetted officer conferring the right to receive the death cum retirement gratuity in case of non-receipt before his death will take effect? Option C. The date on which it is received by the Accountant General. അപ്പോൾ അങ്ങനെ 100 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ചോദ്യപേപ്പറിൽ ചില ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് തെറ്റുമൂലം PSC. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നോക്കുക. അതിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ച് ആ ഭാഗത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തയ്യാറെടുക്കുക. ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലെസൺസ് അവസാനിക്കുകയാണ്. വീഡിയോക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക.